നിങ്ങളുടെ ഷർട്ട് പെട്ടെന്ന് ഫെയ്ഡ് ആവുന്നുണ്ടോ? ഈ ടാഗ് നിങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് പെട്ടെന്ന് ഫെയ്ഡ് ആവുന്നതും ലോങ് ലാസ്റ്റ് ചെയ്യാത്തതും. അതോടൊപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡ്രസ്സ് വാഷ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ഡിറ്റർജന്റ്, സോഫ്റ്റ്നർ നമ്മുടെ ഹെൽത്തിനെ സാരമായി എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. വെൽക്കം ബാക്ക് ടു ഹെൽത്ത് വിത്ത് മുനവർ. ആ ടാഗിലുള്ള ഈ സിമ്പൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ഹാൻഡ് വാഷ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, മെഷീൻ വാഷ് ചെയ്യരുത്. ഈ സിമ്പൽ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഈ ക്ലോത്ത് ബ്ലീച്ച് ചെയ്യരുത്. ഈ സിമ്പല് ബ്ലീച്ച് ചെയ്യാമെന്നുള്ളതാണ്. അതോടൊപ്പം നിങ്ങൾ ഈ സിമ്പല് ശ്രദ്ധിക്കൂ, ഇത് നിങ്ങൾ മെഷീൻ ഡ്രൈ വാഷ് ചെയ്യരുത്, ഇത് മെഷീൻ ഡ്രൈ വാഷ് ചെയ്യാമെന്നുള്ളതാണ്. അതോടൊപ്പം ഈ സിമ്പൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഡോട്ട് ആണെങ്കിൽ നിങ്ങൾ ലോ മോഡിൽ മാത്രം അയൺ ചെയ്യാൻ പാടുള്ളൂ, 2 ഡോട്ട് ആണെങ്കിൽ നിങ്ങൾ മീഡിയം മോഡിൽ വെച്ചിട്ടാണ്, 3 ഡോട്ട് ആണെങ്കിൽ ഹൈ മോഡിൽ വെച്ചിട്ട് നിങ്ങൾക്ക് അയൺ ചെയ്യാം. ഇത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ ഷർട്ട് പെട്ടെന്ന് ഫെയ്ഡ് ആവുന്നത്. ഇനി മുതൽ ശ്രദ്ധിക്കുക. വസ്ത്രം വാഷ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൂടുതൽ ഡിറ്റർജന്റ് കൂടുതൽ വൃത്തിയല്ല. ഒരു പക്ഷേ കെമിക്കൽ കണ്ടന്റ് കൂടുതൽ ഉണ്ടെങ്കിൽ ഡ്രസ്സിൽ അതിന്റെ റെസിഡ്യൂ പറ്റി പിടിക്കും. ധരിക്കുന്ന സമയത്ത് സ്കിൻ റാഷ്, ഇച്ചിങ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഫാബ്രിക് സോഫ്റ്റ്നർ നിങ്ങൾ കുട്ടികളുടെ വസ്ത്രത്തിൽ ഉപയോഗിക്കരുത്. അതോടൊപ്പം ഇന്നർ വെയേഴ്സിലും ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക. വസ്ത്രം ഉണക്കാൻ വേണ്ടി ഇടുമ്പോൾ വായു സഞ്ചാരമുള്ള സ്ഥലത്ത് വെച്ചിട്ട് ഉണക്കാനും കൂടി നിങ്ങൾ പ്രത്യേകം ശ്രമിക്കുക. കൂടുതൽ സ്മെല്ലുള്ള ഡിറ്റർജന്റ് ചില ആൾക്കാരിൽ ആസ്മ പോലുള്ള പ്രശ്നങ്ങൾ, അലർജി പ്രശ്നങ്ങൾ, ഹെഡ് ഏക്ക് ആൻഡ് ഫൈനലി സ്നീസിംഗ് വരെ ഉണ്ടാക്കാം. ഒരു അറിവ് നിങ്ങൾക്ക് പുതിയതാണെങ്കിൽ അതോടൊപ്പം നിങ്ങളെ വേണ്ടപ്പെട്ടവർക്ക് മാക്സിമം ഷെയർ ചെയ്യുക. നെക്സ്റ്റ് പവർഫുൾ ടോപ്പിക്കുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.